നമസ്കാരം. STV ന്യൂസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ അജയ് വിജയൻ. പ്രധാന വാർത്തകൾ. ദുരന്തം വേട്ടയാടിയ വയനാടിനെ ചേർത്തുപിടിച്ച് നാട്. ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് സഹായമെത്തിച്ച വ്യക്തികളും സംഘടനകളും. കൈത്താങ്ങ് പദ്ധതിയുടെ ഭാഗമായി വള്ളത്തോൾ നഗർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ശേഖരിച്ച അവശ്യ സാധനങ്ങൾ ക്യാമ്പുകളിലെത്തിക്കും. വയനാടിനായി കൈകോർത്ത് മങ്കരയിലെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും. പാലക്കാട് ജില്ലാ ക്രഷർ ഓണേഴ്സ് അസോസിയേഷൻ 10 വീടുകൾ നിർമ്മിച്ചു നൽകും. കുപ്രസിദ്ധ മോഷ്ടാവ് ഭണ്ഡാരം സജീഷ് അറസ്റ്റിൽ. സജീഷിനെ ഗുരുവായൂർ പോലീസ് പിടികൂടിയത് വയനാട്ടിലെ ലോഡ്ജിൽ നിന്ന്. പ്രതി പിടിയിലായത് തമ്പുരാൻപടി ആലിക്കൽ ബ്രഹ്മരക്ഷ ക്ഷേത്രത്തിൽ നടന്ന മോഷണവുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിനിടെ. പാഞ്ഞാൾ പഞ്ചായത്തിലെ ചിറങ്കോണം മേഖലയിൽ വീണ്ടും കാട്ടാന ഇറങ്ങി. പുലർച്ചെ പ്രദേശത്തിറങ്ങിയ കാട്ടാന വ്യാപകമായി കൃഷി നശിപ്പിച്ചു. ജനങ്ങൾ ഭീതിയിൽ. പകൽവീട് പദ്ധതി പാഴാകുന്നു. മലമ്പുഴ പഞ്ചായത്തിലെ പകൽവീട് തെരുവ് നായ്ക്കളുടെ താവളമായി. പകൽവീട് കൈയടക്കിയ പട്ടികൾ നാട്ടുകാരെ ആക്രമിക്കുന്നതായി പരാതി. വാർത്തകൾ വിശദമായി. ഉരുൾപൊട്ടൽ ദുരന്തത്തെ തുടർന്ന് വയനാട്ടിലെ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നവർക്ക് സഹായഹസ്തവുമായി വള്ളത്തോൾ നഗർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി. കൈത്താങ്ങ് പദ്ധതിയുടെ ഭാഗമായി പ്രവർത്തകർ സ്വീകരിച്ച അവശ്യ സാധനങ്ങൾ ക്യാമ്പുകളിൽ എത്തിച്ചു നൽകും. വള്ളത്തോൾ നഗർ, മുള്ളൂർക്കര, വരവൂർ, പാഞ്ഞാൾ എന്നീ പഞ്ചായത്തുകളിലെ കടകളിൽ കയറിയാണ് വയനാട്ടിലെ ക്യാമ്പിൽ കഴിയുന്നവർക്കായി ആവശ്യ സാധനങ്ങൾ സ്വീകരിക്കുന്നത്. ക്യാമ്പിലേക്കുള്ള അവശ്യ സാധനങ്ങൾ എത്തിച്ചു നൽകുന്ന കൈത്താങ്ങ് പദ്ധതിയുടെ ആദ്യ ഉദ്ഘാടനം ചെറുതുരുത്തി സെന്ററിൽ അവശ്യ സാധനങ്ങളുടെ സ്വീകരണം നടത്തി ദേശമംഗലം കോൺഗ്രസ് മുൻ മണ്ഡലം പ്രസിഡന്റ് കെ പ്രേമൻ ആദ്യ സാധനങ്ങൾ സ്വീകരിച്ചു. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് PI ഷാനവാസ്, OU ബഷീർ, മുസ്തഫ വരവൂർ, കുരുവിള ജേക്കബ്, തമ്പി, PV സുലൈമാൻ, ഷറഫുദ്ദീൻ തങ്ങൾ, രതീഷ് കുമാർ, KR നൌഫൽ, രാധാകൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്തു. മേഖലയിലെ നിരവധി വ്യാപാര സ്ഥാപനങ്ങളാണ് പദ്ധതിയുമായി സഹകരിച്ച് ആവശ്യ സാധനങ്ങൾ നൽകിയത്. പ്രവർത്തകർ ശേഖരിച്ച ആവശ്യ സാധനങ്ങൾ തിങ്കളാഴ്ചയോടെ ക്യാമ്പിലേക്ക് എത്തിച്ചു നൽകുമെന്ന് അറിയിച്ചു. വയനാടിനെ നെഞ്ചോട് ചേർത്ത് പിടിച്ച കേരളം നമ്മുടെ ഈ പ്രദേശത്ത് വള്ളത്തോൾ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി നേതൃത്വത്തിൽ ഈ പ്രദേശത്തു നിന്നും ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ ആ ക്യാമ്പിലേക്ക് ആവശ്യമായ സാധനങ്ങൾ സമാഹരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. പൊതുജനങ്ങളും വ്യാപാരികളും വളരെ നല്ല രീതിയിലാണ് ഇതിനോട് സഹകരിച്ചുകൊണ്ടിരിക്കുന്നത്. വളരെ വലിയ വേദനയും ദുഃഖത്തിലുമാണ്. പക്ഷേ അവരെ ചേർത്ത് പിടിക്കുകയും അവരെ പുതിയ ജീവിതത്തിലേക്ക് കൊണ്ടുവരേണ്ടത് സാമൂഹിക പ്രതിബദ്ധതയായി കണക്കാക്കിക്കൊണ്ടാണ് ഞാൻ ഇത്തരത്തിലുള്ള ഉദ്യമത്തിൽ ഇറങ്ങിയിട്ടുള്ളത്. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. വയനാടിനായി കൈകോർത്ത് മങ്കരയിലെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും. വയനാട്ടിലെ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നവർക്കായി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ ആവശ്യ വസ്തുക്കളുടെ ശേഖരണം തുടങ്ങി. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് C വിനയൻ ഫ്ളാഗ് ഓഫ് ചെയ്തു. യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് താവുഫീഖ് അധ്യക്ഷനായി. സുബൈർ, ഷാഹുൽ, അഖിൽ തുടങ്ങിയവർ സംസാരിച്ചു. പ്രവർത്തകർ ഇന്ന് ഈ പഞ്ചായത്തുമായി ബന്ധപ്പെട്ടുള്ള കടകളിലൊക്കെ തന്നെ അങ്ങോട്ട് വയനാട്ടിലേക്ക് കൊടുത്തയക്കാനുള്ള സാധനങ്ങൾ സ്വീകരിക്കേണ്ട പ്രയത്നമായി അതിൻ്റെ ഭാഗമായി ഇന്ന് മണ്ഡല പ്രസിഡന്റ് നേതൃത്വത്തിൽ മണ്ഡല പ്രസിഡന്റ് നേതൃത്വത്തിൽ യൂത്ത് കോൺഗ്രസിൻ്റെ ഭടന്മാർ ഇന്ന് കടകൾ തോറും ചെന്ന് വീടുകൾ ചെന്ന് സാധനങ്ങൾ സമാഹരിക്കുകയും അത് ജില്ലാ കമ്മിറ്റിയും പ്രയത്നത്തിലാണ്. വയനാടിന് സാന്ത്വനവുമായി പാലക്കാട് ക്രഷർ ഓണേഴ്സ് അസോസിയേഷൻ. ചൂരൽമല മുണ്ടക്കൈ ദുരന്തത്തിൽ വീടും സ്വത്തും നഷ്ടമായവരുടെ പുനരധിവാസത്തിന് 10 വീടുകൾ നിർമ്മിച്ചു നൽകുമെന്ന് അസോസിയേഷൻ ഭാരവാഹികൾ അറിയിച്ചു. ദുരന്തത്തിൽ അസോസിയേഷൻ ജില്ലാ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അഗാധ ദുഃഖം രേഖപ്പെടുത്തി. ജില്ലാ പ്രസിഡന്റ് K നാരായണൻ അധ്യക്ഷനായി. കുപ്രസിദ്ധ മോഷ്ടാവ് ഭണ്ഡാരം സജീഷിനെ ഗുരുവായൂർ പോലീസ് വയനാട്ടിൽ നിന്നും പിടികൂടി. തമ്പുരാൻപടി ആലിക്കൽ ബ്രഹ്മരക്ഷ ക്ഷേത്രത്തിൽ നടന്ന മോഷണത്തെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ഇയാൾ വയനാട് സുൽത്താൻ ബത്തേരിയിലെ ലോഡ്ജിൽ നിന്നും പിടിയിലായത്. കഴിഞ്ഞ മാസം 24-നായിരുന്നു ക്ഷേത്രത്തിൽ മോഷണം നടന്നത്. മോഷണത്തിന് ശേഷം കർണാടകയിലും സംസ്ഥാനത്തിന്റെ വിവിധ ഇടങ്ങളിലുമായി ഒളിവിൽ കഴിഞ്ഞുവരികയായിരുന്നു സജീഷ്. പോലീസിനെ കണ്ടതോടെ ലോഡ്ജിന്റെ 2ാം നിലയിലുള്ള റൂമിന്റെ ജനൽച്ചില്ല് തകർത്ത് ചാടി രക്ഷപ്പെടാൻ ശ്രമിച്ച പ്രതിയെ പോലീസ് പിന്തുടർന്ന് കീഴ്പ്പെടുത്തുകയായിരുന്നു. 40-ലധികം മോഷണ കേസുകളിൽ പ്രതിയായ സജീഷ് നിരവധി തവണ ജയിൽ ശിക്ഷ അനുഭവിച്ചിട്ടുണ്ട്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ജനങ്ങളെ പരിഭ്രാന്തിയിലാഴ്ത്തി പാഞ്ഞാൾ ജനവാസ മേഖലയിൽ വീണ്ടും കാട്ടാന ഇറങ്ങി വ്യാപകമായി കൃഷി നശിപ്പിച്ചു.
ഞായറാഴ്ച പുലർച്ചെയോടെയാണ് പ്രദേശത്ത് കാട്ടാന ഇറങ്ങിയത്. നടുമുറ്റത്ത് വീട്ടിൽ സിനോജിന്റെ ഉടമസ്ഥതയുള്ള കൃഷിസ്ഥലത്ത് നിലയുറപ്പിച്ച ആന വ്യാപകമായി കൃഷി നശിപ്പിച്ചിട്ടുമുണ്ട്. രാവിലെയോടെ വീട്ടുകാർ കൃഷിസ്ഥലത്ത് എത്തിയപ്പോഴാണ് വിവരം അറിയുന്നത്. തുടർന്ന് വനം വകുപ്പ് പഞ്ചായത്ത് അധികൃതരെ അറിയിക്കുകയായിരുന്നു. വില്ലേജ് ഓഫീസർ സ്ഥലം സന്ദർശിച്ചു. UDF നേതാക്കളും കർഷക കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റി അംഗം KC ശിവദാസൻ, DCC മെമ്പർ MB ഗിരിജാവല്ലഭൻ, മുസ്ലിം ലീഗ് നേതാക്കളായ TS മുഹമ്മദ്, PM അബ്ദുള്ള, കോൺഗ്രസ് നേതാക്കളായ TC രാമകൃഷ്ണൻ, PP പ്രസാദ്, ഗണേഷ് ആറ്റൂർ തുടങ്ങിയവരും സ്ഥലം സന്ദർശിച്ചു. മേഖലയിൽ കാട്ടാന ഇറങ്ങി കൃഷി നശിപ്പിക്കുന്നത് പതിവാണെന്നും കൃഷിനാശം സംഭവിച്ചിട്ടുള്ള കർഷകർക്ക് അർഹിച്ച നഷ്ടപരിഹാരം നൽകാൻ സർക്കാരിന്റെ ഭാഗത്തു നിന്നും നടപടി ഉണ്ടാവണമെന്നും നേതാക്കൾ ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ ചെറുതുരുത്തി. മലമ്പുഴയിലെ പകൽ വീടുകൾ പട്ടികളുടെ താവളമായി. പ്രായമായവർക്ക് വിശ്രമിക്കാൻ പണികഴിപ്പിച്ച പകൽ വീടുകൾ കൈയടക്കിയ തെരുവുനായ്ക്കൾ നാട്ടുകാരുടെ സ്വൈരജീവിതത്തിന് ഭീഷണിയായി മാറുകയാണ്. മലമ്പുഴയിൽ പ്രായമായവരുടെ വിശ്രമത്തിനായി പണികഴിപ്പിച്ച പകൽ വീടുകൾ തെരുവുനായ്ക്കളുടെ വിഹാര കേന്ദ്രമായിരിക്കുകയാണ്. മലമ്പുഴ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ പണികഴിപ്പിച്ച പകൽ വീടുകളാണ് തെരുവുനായ്ക്കൾ കീഴടക്കിയിരിക്കുന്നത്. ജീവിതത്തിലെ ഒറ്റപ്പെടലിൽ നിന്ന് മോചനം ലഭിക്കാനാണ് സർക്കാർ പഞ്ചായത്തുകൾ തോറും പകൽ വീടുകൾ നിർമ്മിച്ചത്. പ്രായമായവർക്കും ജീവിതത്തിൽ ഏകാന്തത വേട്ടയാടുന്നവർക്കും ആശ്വാസം നൽകുകയായിരുന്നു പദ്ധതിയുടെ ലക്ഷ്യം. എന്നാൽ മിക്ക പകൽ വീടുകളും ലക്ഷ്യം കണ്ടില്ല. വിശ്രമത്തിനായി ആളുകൾ എത്താതായതോടെ വിശ്രമകേന്ദ്രങ്ങൾ തെരുവുനായ്ക്കൾ കയ്യേറി. സപ്ലൈകോ, കൃഷിഭവൻ, അംഗൻവാടി എന്നിവയ്ക്ക് സമീപമുള്ള പകൽ വീട് കയ്യേറിയ തെരുവുനായ്ക്കൾ പ്രദേശവാസികളെ ഭീതിയിലാക്കുന്നുണ്ട്. പകൽ വീടിന് മുന്നിലൂടെ പോകുന്നവർക്ക് നേരെ നായ്ക്കൾ കുരച്ചു വരാറുണ്ടെന്ന് നാട്ടുകാർ പറഞ്ഞു. സ്ഥാപനത്തിലെ ജീവനക്കാരും നാട്ടുകാരും നിരവധി തവണ പരാതി നൽകിയിട്ടും പ്രശ്നത്തിന് പരിഹാരമായിട്ടില്ല. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. മങ്കരയിൽ വീട്ടുമുറ്റത്തെ 50 അടിയോളം താഴ്ചയുള്ള കിണർ ഇടിഞ്ഞു താണു. മങ്കര മഞ്ഞക്കര ഇരുപ്പപ്പറമ്പിൽ മോഹൻദാസിന്റെ വീട്ടിലെ കിണറാണ് ശനിയാഴ്ച വൈകുന്നേരം വൻ ശബ്ദത്തോടെ ഇടിഞ്ഞു താണത്. 1 HP മോട്ടറും കിണറിനകത്ത് താഴ്ന്നു. സമീപത്തെ നിരവധി ആളുകൾ കുടിവെള്ളത്തിനായി ആശ്രയിക്കുന്ന കിണറാണിത്. രാമായണ മാസാചരണം ഭക്തിസാന്ദ്രം. മാസാചരണത്തിന്റെ ഭാഗമായി കൊളപ്പുള്ളി കല്ലിപ്പാടം ഇരട്ടമ്പലം ശിവക്ഷേത്രത്തിൽ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും ഗജപൂജയും ആനയൂട്ടും നടന്നു. രാമായണ മാസാചരണത്തിന്റെ ഭാഗമായി രാമായണ പാരായണം, ഭഗവത് സേവ, നിറമാല, മറ്റ് വിശേഷ പൂജകൾ എന്നിവ ക്ഷേത്രത്തിൽ നടന്നുവരുന്നുണ്ട്. ഞായറാഴ്ച അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും തുടർന്ന് ഗജപൂജയും ആനയൂട്ടും നടന്നു. പത്തനംതിട്ട ശിവൻ പ്രത്യക്ഷ ഗണപതിയായി. ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ തീയന്നൂർ കൃഷ്ണചന്ദ്രൻ നമ്പൂതിരി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. നിരവധി ഭക്തജനങ്ങൾ ചടങ്ങുകളിൽ പങ്കെടുത്തു. ഇരട്ടമ്പലം ശിവക്ഷേത്ര സംരക്ഷണ സമിതി ഭാരവാഹികൾ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. ക്ഷേത്രത്തിൽ 21ാമത് വർഷമാണ് രാമായണ മാസാചരണത്തോടനുബന്ധിച്ച് സവിശേഷ ചടങ്ങുകൾ സംഘടിപ്പിക്കുന്നത്. 21ാമത് അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം ആനയൂട്ടുമാണ് ഇന്ന് ഇരട്ടമ്പലത്തിൽ നടന്നത്. ഒരു 2003 ആണ് നമ്മൾ ആദ്യം തുടങ്ങിയത്. അന്ന് കേവലം ഒരു 25,000 രൂപ കൊണ്ടാണ് നമ്മൾ നടത്തിയിരുന്നത്. അന്ന് 5-6 ആനകളുണ്ടായിരുന്നു. ഇന്നിപ്പോൾ 21ാമത്തെ വർഷം ഒരാനയേ ഉള്ളൂ. കാരണം ആനകളെ കിട്ടാനുള്ള ബുദ്ധിമുട്ടും. പക്ഷേ ആ അവസ്ഥയിൽ 1.5 ലക്ഷം രൂപകളാണ് ഇപ്പോഴത്തെ ചിലവ് ഈ അഷ്ടദ്രവ്യ ഗണപതിന്. അതെല്ലാം ഈ നാട്ടുകാരുടെയും ഈ ഇവിടുള്ള ഭക്തജനങ്ങളുടെയും എല്ലാ സഹകരണം കൊണ്ടാണ് നടക്കുന്നത്. ന്യൂസ് സെന്റർ, ഷൊർണൂർ. കേരളശ്ശേരി കുടുംബ ഭഗവതി ക്ഷേത്രത്തിൽ ശ്രീമദ് ദേവി ഭാഗവത സപ്താഹ യജ്ഞത്തിന് തുടക്കമായി. ഓഗസ്റ്റ് 3 മുതൽ 12 വരെയാണ് യജ്ഞ പരിപാടികൾ നടക്കുക. ചന്ദ്രിക C മേനോനാണ് യജ്ഞാചാര്യ. ചന്ദ്രൻ മേനോൻ, സതീദേവി എന്നിവർ സഹാചാര്യന്മാരായി വേദിയിലുണ്ട്. ശ്രീമദ് ദേവി ഭാഗവതം പഞ്ചലക്ഷണത്തോടുകൂടി സർഗവിസർഗ വംശം, വംശാനുശരിതം, ഈശാനുപത തുടങ്ങിയതായ കാര്യങ്ങളിലൂടെയാണ് നമുക്ക് തരുന്നത്. ഭാഗവതം 10 ലക്ഷണങ്ങളോടുകൂടി പറയുമ്പോൾ ദേവി ഭാഗവതത്തിൽ എത്ര ലക്ഷണം മതി? 5 ലക്ഷണത്തോടുകൂടി തന്നെ എല്ലാ വിവരങ്ങളും ഉണ്ട്. ഉപപുരാണം എന്നുള്ളൊരു പേരിലാണ് കിടക്കുന്നതെങ്കിലും എപ്പോഴും ഉന്നതമായ പുരാണ സ്ഥാനം തന്നെയാണ് ദേവി ഭാഗവതത്തിനുള്ളത്. പെരുമനയില്ലം PP വെങ്കടേശ്വരനാണ് പൂജകൾക്ക് നേതൃത്വം. ശനിയാഴ്ച വൈകിട്ട് ആചാര്യന്മാരെ വേദിയിലേക്ക് സ്വീകരിച്ചു. തുടർന്ന് യജ്ഞശാലയിലേക്ക് വിഗ്രഹമെഴുന്നള്ളിപ്പും നടന്നു. ദീപാരാധനയ്ക്കു ശേഷം ദേവി ഭാഗവത മഹാത്മ്യം പാരായണവും പ്രഭാഷണവും നടന്നു. ഓഗസ്റ്റ് 12 തിങ്കളാഴ്ചയാണ് യജ്ഞം സമാപിക്കുന്നത്.
ഓഗസ്റ്റ് 13-ന് പ്രതിഷ്ഠാദിന മഹോത്സവം വിവിധ പരിപാടികളോടെ നടക്കും. പനാവൂർ പരമേശ്വരൻ നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ വിശേഷാൽ പൂജകളും നടക്കും. പ്രതിഷ്ഠാദിന ദിവസം രാവിലെ ഗണപതി ഹോമം, ഉഷപൂജ, നവകം, പഞ്ചഗവ്യം, ഉച്ചപൂജ എന്നിവയ്ക്ക് ശേഷം മഹാന്നദാനവും ഉണ്ടാകുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ആരംഭിക്കുകയാണ്. നാളെ മുതൽ ലാസ്റ്റ് ദിവസം അമ്മയുടെ, നാളെ ദിവസം ഗംഭീര സദ്യയും കാര്യങ്ങളുണ്ടായിരിക്കുന്നതാണ്. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. ദേശമംഗലം ഗ്രാമപഞ്ചായത്തിലെ ജനവാസ മേഖലയിൽ സ്വകാര്യ കോറി പ്രവർത്തനം ആരംഭിക്കാൻ നീക്കം നടത്തുന്നുവെന്ന ആരോപണവുമായി പ്രദേശവാസികൾ. ജനവാസ മേഖലയിൽ പ്രവർത്തനം ആരംഭിക്കാൻ പദ്ധതിയിടുന്ന കോറിക്ക് പ്രവർത്തനാനുമതി നൽകരുതെന്ന ആവശ്യവുമായി നാട്ടുകാർ രംഗത്തെത്തി. പ്രദേശത്ത് പ്രവർത്തനം ആരംഭിക്കാൻ പദ്ധതിയിടുന്ന കോറിക്ക് പ്രവർത്തനാനുമതി നൽകരുതെന്നാവശ്യപ്പെട്ട് ദേശമംഗലം ഗ്രാമപഞ്ചായത്തിലെ 1-2 വാർഡിൽ ഉൾപ്പെടുന്ന വറവട്ടൂർ, കൊണ്ടയൂർ പ്രദേശത്തെ ജനങ്ങളുടെ നേതൃത്വത്തിലാണ് പ്രത്യേക യോഗം ചേർന്നത്. 200ഓളം കുടുംബങ്ങൾ താമസിക്കുന്ന വറവട്ടൂർ, കൊണ്ടയൂർ പ്രദേശം മലമ്പ്രദേശമായതിനാൽ കാലവർഷം ശക്തമാകുമ്പോൾ തന്നെ മണ്ണിടിഞ്ഞു വീണ് പ്രദേശവാസികൾ അപകട ഭീതിയിലാണ്. കഴിഞ്ഞ ദിവസം കൊണ്ടയൂർ സർക്കാർ ALP സ്കൂളിന് സമീപം മലമുകളിൽ നിന്ന് മണ്ണിടിഞ്ഞു വീണത് പ്രദേശവാസികളെ പരിഭ്രാന്തിയിലാഴ്ത്തിയ സാഹചര്യത്തിൽ കോറിയുടെ പ്രവർത്തന നീക്കം മണ്ണിടിച്ചിലിന് ആക്കം കൂട്ടുന്നതിനൊപ്പം പ്രദേശത്തെ കുടുംബങ്ങളുടെ നിലനിൽപ്പിന് തന്നെ ഭീഷണിയാകുമെന്നാണ് പ്രദേശവാസികളുടെ വാദം. ഏതാണ്ട് 3 ദിവസത്തിന് മുന്നേ പെയ്ത മഴയിൽ ഏകദേശം 2 സ്ഥലത്ത് കിട്ടുകയും അവിടെ അതിൻ്റെ അധികാരികളൊക്കെ വന്ന് നോക്കി സെർച്ച് ചെയ്തവർ യാതൊരു പ്രശ്നമില്ല എന്നൊക്കെ പറഞ്ഞ് പോയെങ്കിലും ഇവിടുത്തെ ജനങ്ങളാകെ വളരെയധികം രീതിയിലാണ്. അതുമാത്രമല്ല, അവിടെ 2 കോറി വരുന്നുണ്ട് എന്ന രീതിയിൽ വില്ലേജിൽ അവർ അപേക്ഷ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ മുതലാളിമാർ. അപ്പോൾ കോറി കൂടി വരുന്ന ഒരു സാഹചര്യത്തിൽ ഇവിടുത്തെ ജനങ്ങൾ ആകെ പരിഭ്രാന്തിയായിട്ട് നിൽക്കുന്ന ഒരവസ്ഥ തന്നെയാണ്. നമ്മുടെ ഈ പ്രദേശത്തെ ഈ നിലവിൽ ഒരു കോറി നിലനിൽക്കുന്നത് ഇവിടെ. ആ കോറിയിൽ നിറച്ച് വെള്ളം നിൽക്കുന്നത്. ഒരു 300 അടി, 250 അടി, 300 അടി താഴ്ചയിലാണ് വെള്ളം നിൽക്കുന്നത്. അതിൻ്റെ തൊട്ട് താഴെ LP സ്കൂളും ഉണ്ട് ഇവിടെ. അപ്പോൾ ആ കുട്ടികളെ പഠനത്തിനും മാതാപിതാക്കൾക്കും ഒക്കെ ഭയങ്കര ആശങ്കയിലാണ് ആ പ്രദേശത്ത്. മാത്രമല്ല, ഇവിടെ ഭൂചലന പ്രദേശമാണ്. ഇവിടെ ഇപ്പം മണ്ണിടിഞ്ഞ് വന്നിട്ടുണ്ട്. ഇവിടെയുള്ള ജനങ്ങളൊക്കെ പരിഭ്രാന്തിയിലാണ്. 1-ാം വാർഡ് മെമ്പർ സമീറ സിറാജിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ 150ഓളം ആളുകൾ പങ്കെടുത്തു. 11-അംഗ കമ്മിറ്റിയും രൂപീകരിച്ചു. അപകട സാധ്യത മുന്നിൽ കണ്ട് ജനവാസ മേഖലയിൽ കോറിക്ക് പ്രവർത്തനാനുമതി നൽകരുതെന്നാവശ്യപ്പെട്ട് ജില്ലാ കളക്ടർക്കും പഞ്ചായത്ത് ഭരണസമിതിക്കും പരാതി നൽകാൻ യോഗത്തിൽ തീരുമാനമായി. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. ദേശമംഗലം ഗ്രാമപഞ്ചായത്തിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. പഞ്ചായത്തിലെ 13-ാം വാർഡ് തല ആരോഗ്യ സമിതി, JCI കുളപ്പുള്ളി, MSI തലശ്ശേരി, ബനാത്ത്, യത്തീംഖാന എന്നിവരുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത്. മെഡിക്കൽ ക്യാമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K. ജയരാജ് ഉദ്ഘാടനം ചെയ്തു. എല്ലാറ്റിൻ്റെയും പേരിൽ കേരളം നമ്പർ 1 ആണ്. ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു പ്രയാസം ഉണ്ടായാൽ അവിടെ ഓടിയെത്തുവാൻ, ഒന്ന് ആശ്വസിപ്പിക്കുവാൻ, അവർക്ക് ആവശ്യമായ ഭക്ഷണം കൊടുക്കുവാൻ, വെള്ളം കൊടുക്കുവാൻ, ഇവിടെ സ്വാഗത പ്രസംഗത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരമ്മ ഒരു ചെറിയ കുട്ടിക്ക് മുലപ്പാൽ ആവശ്യമുണ്ടെങ്കിൽ ഞാൻ കൊടുക്കാമെന്ന് പറഞ്ഞ് വയനാട്ടിലെത്തുന്നത്, ഇതെല്ലാം കേരളത്തിൻ്റെ പ്രത്യേകതയാണ്. ഇപ്പോൾ 40 വയസ്സിൽ താഴെയുള്ള ചെറുപ്പക്കാരുടെ ഒരു കൂട്ടായ്മ അവരുടെ വരുമാനത്തിൽ നിന്നും ഒരു നിശ്ചിത സംഖ്യ മാറ്റിവെച്ച് അർഹതപ്പെട്ട ആളുകളെ സഹായിക്കുന്നു. നിരവധി സംഘടനകൾ, റോട്ടറി ക്ലബ്ബുകളുണ്ട്, ലയൺസ് ക്ലബ്ബുകളുണ്ട്, സന്നദ്ധ യുവജന സംഘടനകളുണ്ട്. ചെറുതുരുത്തി ആയുർവേദ മെഡിക്കൽ കോളേജും പാലക്കാട് അഹല്യ ഫൗണ്ടേഷൻ കണ്ണാശുപത്രിയുമാണ് മെഡിക്കൽ ക്യാമ്പിന് നേതൃത്വം നൽകിയത്. 100ഓളം ആളുകൾ മെഡിക്കൽ ക്യാമ്പിൽ പങ്കെടുത്തു. ദേശമംഗലം ഗ്രാമപഞ്ചായത്ത് അംഗം ഇബ്രാഹിം ചടങ്ങിൽ അധ്യക്ഷനായി. JCI കുളപ്പള്ളി പ്രസിഡന്റ് മുഹമ്മദ് ആഷിഖ് സ്വാഗതം പറഞ്ഞ പരിപാടിയിൽ MSA ബനാത്ത് യത്തീംഖാന സെക്രട്ടറി ഹംസ നന്ദി അറിയിച്ചു. ഡോക്ടർ രതീഷ് ആയുർവേദത്തെക്കുറിച്ച് ക്ലാസ് എടുത്തു. വേദിയിൽ ഇന്ത്യൻ കുട്ടി ഹാജി, മുഹമ്മദ് ഹാജി, നജ്മ ഷംസ്, ഹമീദ്, SV അബൂബക്കർ തുടങ്ങിയവർ പങ്കെടുത്തു. പരിപാടിയിൽ വെച്ച് വിവിധ കലാപരിപാടികളിൽ വിജയിച്ച വിദ്യാർത്ഥികൾക്കുള്ള സമ്മാനദാനവും നടത്തി. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. പ്രധാന വാർത്തകൾ വീണ്ടും. ദുരന്തം വേട്ടയാടിയ വയനാടിനെ ചേർത്ത് പിടിച്ച് നാട്. ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് സഹായമെത്തിച്ച് വ്യക്തികളും സംഘടനകളും. കൈത്താങ്ങ് പദ്ധതിയുടെ ഭാഗമായി വള്ളത്തോൾ നഗർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ശേഖരിച്ച അവശ്യ സാധനങ്ങൾ ക്യാമ്പുകളിലെത്തിക്കും. വയനാടിനായി കൈകോർത്ത് മങ്കരയിലെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും. പാലക്കാട് ജില്ലാ ക്രഷർ ഓണേഴ്സ് അസോസിയേഷൻ 10 വീടുകൾ നിർമ്മിച്ചു നൽകും. കുപ്രസിദ്ധ മോഷ്ടാവ് ഭണ്ഡാരം സജീഷ് അറസ്റ്റിൽ. സജീഷിനെ ഗുരുവായൂർ പോലീസ് പിടികൂടിയത് വയനാട്ടിലെ ലോഡ്ജിൽ നിന്ന്.
പ്രതി പിടിയിലായത് തമ്പുരാൻപടി ആലിക്കൽ ബ്രഹ്മരക്ഷ ക്ഷേത്രത്തിൽ നടന്ന മോഷണവുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിനിടെ. പാഞ്ഞാൾ പഞ്ചായത്തിലെ ചിറങ്കോണം മേഖലയിൽ വീണ്ടും കാട്ടാന ഇറങ്ങി. പുലർച്ചെ പ്രദേശത്തിറങ്ങിയ കാട്ടാന വ്യാപകമായി കൃഷി നശിപ്പിച്ചു. ജനങ്ങൾ ഭീതിയിൽ. പകൽവീട് പദ്ധതി പാഴാകുന്നു. മലമ്പുഴ പഞ്ചായത്തിലെ പകൽവീട് തെരുവ് നായ്ക്കളുടെ താവളമായി. പകൽവീട് കൈയടക്കിയ പട്ടികൾ നാട്ടുകാരെ ആക്രമിക്കുന്നതായി പരാതി. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.